ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ റമദാൻ സീരീസിൽ 4ാമത്തെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു അടിപൊളി അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരേപോലെ തണുപ്പിക്കാൻ പറ്റിയ ഒരു കിഡിലായിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവിൽ മിൽക്കാണ്. ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാനിവിടെ ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ പഴമാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 3 ചെറുപഴമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറുപഴം തന്നെ നിങ്ങളും എടുക്കാൻ ശ്രദ്ധിക്കുക. വേറെ പഴങ്ങളൊന്നും അവിൽ മിൽക്കിന് മാച്ചാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പഴം നമ്മൾ നല്ലപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉടഞ്ഞു വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിനി ഇതിലേക്ക് ആപ്പിൾ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി വേറെയും ഫ്രൂട്ട്സുകൾ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അവിൽ വേണം കേട്ടോ. അപ്പോൾ അതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊരി അവിലാണെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു അവിലായതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാതെ ഒന്ന് പൊട്ടി പൊട്ടി പോരണ ഒരു ലെവലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാണ് ഒന്നും കൂടി ടേസ്റ്റ്. എൻ്റെ കയ്യിലില്ല. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി അതുപോലെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ അവിൽ മിൽക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ്സിലേക്കും കുറച്ച് ഈസിയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിലില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ ഞാൻ പീനട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇടയിൽ നിന്ന് ഇങ്ങനെ നല്ല കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അവിൽ മിൽക്കിന്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കറുപ്പ് മുന്തിരി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മേലേക്ക് ലെയറായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി നമ്മൾ മുമ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പഴത്തിൻ്റെ മിക്സ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം വരെ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. 2 ഗ്ലാസ്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് കുറച്ചും കൂടി അവിലും പീനട്ട്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ജെല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും കൂടി ചെയ്ത് കൊടുത്താൽ നമുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാണാൻ മാത്രമല്ല കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവിൽ മിൽക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോഴല്ലേ നോമ്പറക്കണ നേരത്ത് നമുക്കിത് നിന്ന് 1 ഗ്ലാസ് മതിയാവട്ടെ കഴിക്കാനായിട്ട്. കിഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ട്രൈ ആക്കാത്തവർ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ബൈ ബൈ.